ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, പ്രിയ സഹപ്രവർത്തകരെ, ഞാൻ ആദ്യമായിട്ട് അവിടെ വന്നിരിക്കുന്നവരെന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കെ എ പൗലോസ്, ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അടുത്തത് ഹെൻറി മോസസ്, സംസ്ഥാന ട്രഷറാണ് ഹെൻറി മോസസ്. അത് സക്കീർ അലി, സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. അത് സുജിത്ത് സുകുമാരൻ, ജില്ലാ സെക്രട്ടറിയാണ്. തോമസ് പോള്, തൃക്കാക്കര ജനറൽ സെക്രട്ടറിയാണ്. ഇന്നിപ്പോൾ ഞങ്ങളോട് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചി മാലിന്യമുക്ത നഗരമെന്നുള്ള മന്ത്രിയുടെ ഒരു അപഹാസ്യമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കാനാണ്. അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സക്കീർ അലിയെ ക്ഷണിച്ചു. ഈ നവംബർ 1 പുതിയ മന്ത്രി പി രാജീവ് കൊച്ചി നഗരസഭ മാലിന്യമുക്ത കൊച്ചി എന്ന് പ്രഖ്യാപനം നടത്തിയത്. അന്നേ ദിവസം നമ്മുടെ പ്രവർത്തകർ എടുത്ത ഫോട്ടോസാണ് കൊച്ചിയിലെ 500ഓളം സ്ഥലങ്ങളിലാണ് കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഇത്തരം ഫോട്ടോസ് എടുത്തത്. ഇപ്പോൾ മന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഇത്തരം ജനങ്ങളെ, കൊച്ചിയിലെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ, കൊച്ചിയിലെ ജനങ്ങൾ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ പിൻവലിക്കണമെന്നുള്ള ആവർത്തിക ആവശ്യം നമ്മൾ ഈ കൊച്ചിക്കാരൻ കൂടിയായ മന്ത്രി കൊച്ചിയിൽ കാണാത്ത സ്ഥലങ്ങളില്ലേ എന്നുള്ളതാണ്. നമ്മുടെ ഈ ടൗണിൽ തന്നെ ഉള്ളതാണ് ഈ അയ്യപ്പൻകാവ് കണ്ടില്ലേ, അതുപോലെ തന്നെ സൗത്ത് ബ്രിഡ്ജിൻ്റെ താഴെ എല്ലാം ഫുള്ള് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഈ സ്ഥിതിക്ക് കൊച്ചി മാലിന്യമുക്തമായി എന്ന് പ്രഖ്യാപനം നടത്തിയപ്പോൾ കുറച്ച് PR വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് കൊച്ചിയിലെ വോട്ടർമാരെ പറ്റിക്കാമെന്നുള്ള ആ മനോഭാവമാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കഴിഞ്ഞ 5 വർഷത്തെ കാലമായിട്ട് വാർഡിലെ മാലിന്യങ്ങളെക്കുറിച്ച് സ്ഥിരമായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് പരാതികൾ കൊടുക്കുന്നുണ്ട്. പരാതികൾക്ക് മറുപടി കിട്ടും, അതടുത്ത് തന്നെ ക്ലിയർ ആക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് വരും എന്നൊക്കെ പറഞ്ഞായിരിക്കും മറുപടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ പറയുകയാണ്, ആ വീട്ടിലെ മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് കൊണ്ടുവരാൻ നിയോഗിച്ച ഏജൻസി അവരെടുക്കുന്നില്ല. ഇത് ഒരു വാർഡിലെ പ്രശ്നമല്ല, പല വാർഡുകളിലുണ്ട്. ഇവരൊക്കെ ഈ സാനിറ്ററി നാപ്കിൻസ് എന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് 67-ാം വാർഡ് പഴയ വാർഡ് നമ്പറാണ്. ഇപ്പൊ എനിക്ക് 15-ഉം പുതിയ വാർഡ് നമ്പർ 15-ഉം പിന്നെ 18-ലും അവര് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രി ആപ്പ് യൂസ് ചെയ്ത് ഡബിൾ ചാർജ് അല്ലെങ്കിൽ 3 times ചാർജെങ്കിലും കൊടുത്തിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. പ്രൈവറ്റ് പാർട്ടീസിനെ ഏജൻസി സമീപിക്കാനാണ് ചില കൗൺസിലർമാർ തന്നെ പറയുന്നത്. പിന്നെ തോന്നിയ രീതിയിൽ വേസ്റ്റ് അവിടെ ഇവിടെയും കിടക്കുന്നത് മൂലം തന്നെ നമുക്കറിയാം തെരുവ് നായ്ക്കളുടെ പ്രശ്നം. ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ നായ്ക്കളെ അലഞ്ഞു തിരിയുന്നത്. മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എനിക്ക് 1-2 ആഴ്ച മുമ്പാണ് സ്മാർട്ട് LED പ്രോജക്റ്റിനെ കുറിച്ച് നമ്മുടെ മേയർ പറയുകയുണ്ടായിരുന്നത്. സ്മാർട്ട് LED പ്രോജക്ട്സ് ഈ തെരുവുകളൊക്കെല്ലാം കത്തുകയാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇതേപോലെ തോന്നിയ വിധത്തിൽ വലിച്ചെറിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. മിക്കതും മഴയത്ത് കെട്ടുപോവാണ്. ഇത് ഒരു ലൈറ്റായിട്ടല്ല കെടുന്നത്. ഈ സ്മാർട്ട് LED പ്രോജക്റ്റിന് ഒരു 5-6 ലൈറ്റുകൾ ഒരുമിച്ച് ഒരു സർക്യൂട്ടിലോട്ട് യോജിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഈ സർക്യൂട്ട് പോയി കഴിഞ്ഞാൽ 5-8 അടുപ്പിച്ച് കത്താതെ വരും. അപ്പം പണ്ടത്തെക്കാളും രൂക്ഷമാണ് ഈ തെരുവുകളൊക്കെ പ്രശ്നം. അതും കൂടാണ്ട് എന്തുകൊണ്ടാണ് ഇത് സ്മാർട്ട് LED പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ എൻ്റെ ടെക്നീഷ്യനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഓരോ ലൈറ്റിൻ്റെ ഉള്ളിലും സിം കാർഡ് എന്ന് പറയണം, അല്ലെങ്കിൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസ് അതിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ ഈ സർക്യൂട്ടൊന്നും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇതെല്ലാം കെട്ടുപോകുന്നത്. അപ്പം ആ പയ്യന്റെ കയ്യിൽ തന്നെ, ആ ടെക്നീഷ്യന്റെ കയ്യിൽ തന്നെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. അത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും എവിടെ കത്തുന്നില്ലാന്ന്. നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അടുത്ത് പരാതി പറയണം ലൈറ്റ് കത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കുന്നത് അറിയോ? ആദ്യം തന്നെ പോയി പോസ്റ്റ് നമ്പർ നോക്കാൻ പറയും. പോസ്റ്റ് നമ്പർ എടുത്ത് കൊടുക്കുമ്പോഴേക്കും അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈറ്റിന്റെ ഫോട്ടോയും കൂടി എടുക്കുമെന്ന് വയ്ക്കും. കാരണം അവർക്ക് മനസ്സിലാക്കണം സ്മാർട്ട് LED ആണോ അതോ കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബൾബാണോ, ബൾബിന്റെ ഫോട്ടോ കൂടി എടുക്കണം. ഇത്രയും എടുത്ത് അയച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്മാർട്ട് എന്ന് പറയുന്നത്? ഇത് മണ്ടൻ ആശയമല്ലേ? അപ്പൊ ഇത്രയധികം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത് എവിടേക്ക് പോകുന്നു? അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി? മെയിൻ്റനൻസ് ടീം എവിടെയും ഇല്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഈ വേസ്റ്റ് എവിടെയും കളയാം എന്നുള്ളൊരു അവസരം എല്ലാവർക്കും ലഭിക്കുകയാണ്. അതേപോലെ തന്നെ പല സമയങ്ങളിലായിട്ട് നമുക്ക് കാണാം കേൾക്കാം ഹെവി ഫൈൻ അടയ്ക്കുന്നുള്ളത്. എത്ര പേർക്ക് ഫൈൻ അടച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഫൈൻ എമൗണ്ട് 15,000 രൂപ പറയുമ്പോഴേക്കും അതിനേക്കാളും കുറച്ച് എമൗണ്ട് മേടിച്ച് അത് സെറ്റിൽ ചെയ്യണോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം കൊച്ചിൻ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ കാണാൻ പറ്റണം. ഒന്ന്. മറ്റൊരു വെച്ച് കഴിഞ്ഞാൽ പല നഗരങ്ങളിലും വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റിൽ നിന്നും വരുമാനം എന്ന് പറയും. നമ്മുടെ കൊച്ചി നഗരസഭ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്കറിയാൻ പറ്റണം ഒരു വാർഡിൽ നിന്നും ഒരു ദിവസം എത്രയോളം ടൺ മാലിന്യം ശേഖരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര വരുമാനം ഇവർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. ഇതെല്ലാം കൊച്ചി നഗരസഭയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. കൂടാതെ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. ഇവിടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സിറ്റി കാക്കനാട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ള സ്ഥലത്തുള്ള ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI ഉപയോഗിച്ച് എന്തുകൊണ്ട് കോർപ്പറേഷൻ പ്ലാൻ ചെയ്തുവിടാം? ആരാണിത് മോണിറ്റർ ചെയ്യണത്? AI ഉപയോഗിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അലേർട്ടിംഗ് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഞാൻ 25 വർഷമായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് ഞാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ്. ഒരു വീട്ടുകാരും വിളിച്ചു ചോദിക്കുന്ന കാര്യമുണ്ട്, ഇന്ന് വേസ്റ്റ് എടുക്കാൻ ആളെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോൾ വരും, ഇതെപ്പോൾ കൊണ്ടുപോകും? എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വീട്ടുകാർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റണം വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾ എത്ര സമയത്ത് എത്തും, അല്ലെങ്കിൽ ആ ടൈം പബ്ലിഷ് ചെയ്യണം. അത് ഷിഫ്റ്റ് സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ രാവിലെ എൻ്റെ ഏരിയയിലൊക്കെ വെളുപ്പിന് 3 മണിക്കും 4 മണിക്കൊക്കെയാണ് വന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോണത്. ഈ 4 മണിക്ക് വരുന്ന വ്യക്തി വേസ്റ്റ് തന്നെ എടുക്കാൻ വരുന്നതാണോ കള്ളനാണോ എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ? കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നും, കൂടാതെ തന്നെ എൻ്റെ വാർഡ് അയ്യപ്പങ്കാവാണ്. അയ്യപ്പങ്കാവ് വാർഡിൽ പ്രൈം ഏരിയയിൽ ഒരു ഏക്കറിനടുത്ത് സ്ഥലം സിഡ്കോയിന്റെ ഭൂമി വർഷങ്ങളായിട്ട് 20 വർഷങ്ങളായിട്ട് വെറുതെ കിടക്കണം. ഇപ്പം ചേരാലൂർ മുനിസിപ്പാലിറ്റിയിൽ നായശല്യം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പം മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ്ക്കളെ ഒന്നും താമസിപ്പിക്കാൻ പറ്റുന്ന ഏരിയ ഇല്ല, സ്ഥലമില്ല എന്നൊക്കെയാണ്. ഗവൺമെന്റിന്റെ എത്രയോ സ്ഥലങ്ങളാണ് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത്. സിഡ്കോയിൽ നായ്ക്കളെ വളർത്തുന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കോർപ്പറേഷൻ ഇത്തരം വെറുതെ കിടക്കുന്ന അസറ്റുകളിൽ ഉപയോഗിച്ച് വരുമാനം കൊണ്ടുവരണം. അതിന്റെ തൊട്ട് മുമ്പിലാണ് പച്ചാളം മാർക്കറ്റ് ഉള്ളത്. പച്ചാളം മാർക്കറ്റിൽ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല. വൃത്തികേടായിട്ട് കിടക്കുന്നത് തന്നെയാണ് അവിടെ ആൾക്കാർ വരാത്തത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അംബേദ്കർ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 10-34 കടമുറികളുണ്ട്. അവിടെയും ആ 34 കടമുറികളിൽ തന്നെ 2-3 കടക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കട വന്നിട്ട് അവർക്കവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും മണമാണ്. ഇപ്പം മാലിന്യം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വരുമാനം വരും. ഗവൺമെന്റിനും കോർപ്പറേഷനും റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മന്ത്രി ഇത്തരം പ്രസ്താവന അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത്. ഒരു മന്ത്രിക്ക് അത്രയും ഗട്സ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഫേസ്ബുക്കിൽ വെറുതെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇടുക. ഇപ്പൊ ഞാനിട്ട പോസ്റ്റിന്റെ അടിയിൽ തന്നെ ഫേസ്ബുക്കിൽ തന്നെ 100% ആൾക്കാരും കൊച്ചിൻ കോർപ്പറേഷന് ചീത്ത പറഞ്ഞേക്കാണ്. എവിടെയാണ് മാലിന്യം ഇല്ലാത്തതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ പറയാനുള്ള പോയിന്റ്സ് കവർ ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോകളെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകരെടുത്ത് നിങ്ങളെ കാട്ടുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു
അതിൻ്റെ ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയെ പോലെ വലിയ ഒരു ആള്, മേയറിനെ പോലെ ഈ കോർപ്പറേഷന്റെ ഭരിക്കുന്ന തലവനുമായ രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഡിക്ലെയർ ചെയ്തത് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പറയാനുള്ളത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായി, അതിദാരിദ്ര്യ മുക്ത കേരളം. അത് കഴിഞ്ഞ് എത്ര റീൽസാണ്, എത്ര പോസ്റ്റാണ്, എത്ര സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്നത്. ഇത് കണ്ടിട്ട് എങ്കിലും ഈ ഗവൺമെന്റിന് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കുന്നത്? ഇതൊരു PR വർക്കാണ്, നമ്മളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു PR വർക്കാണ്. ഇത് ആം ആദ്മി പാർട്ടി ശക്തമായി എതിർക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാലിന്യമുക്ത കൊച്ചിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് വെറുതെ ഇരുന്ന് വന്ന് പ്രസ് കോൺഫറൻസിന് വേണ്ടി വിളിച്ചു പറയാനല്ല ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്. യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രസ് റിലീസ് വിളിച്ചിരിക്കുന്നത്.